അധ്യായം 65. വരുണിനെ കീർത്തിയുടെ കൂടെ ലോക്ക് ചെയ്ത് സഞ്ജു രാജസ്ഥാനിലേക്ക് വരുണായി വേഷം മാറി ചെല്ലുന്നു. അവിടെ വെച്ച് സഞ്ജുവും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. പോലീസിൽ നിന്നും രക്ഷപ്പെട്ട സഞ്ജു ഒരു പബ്ബിൽ കയറി ചെല്ലുന്നു. അവിടെ വെച്ച് ഒരു പെൺകുട്ടി മദ്യലഹരിയിൽ അവന്റെ ദേഹത്തേക്ക് വീഴുന്നു. ആ പെൺകുട്ടിയെ കണ്ട് സഞ്ജു അമ്പരക്കുന്നു. ആ പെൺകുട്ടിയെ അന്വേഷിച്ച് 2 പുരുഷന്മാർ അവരുടെ അടുത്തെത്തുന്നു. ആ പെൺകുട്ടിയെ അവിടെ വന്ന പുരുഷന്മാർ ബലം പ്രയോഗിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി മദ്യലഹരിയിൽ ആടി ഉലയുന്നുണ്ടായിരുന്നു. പ്രശ്നം രൂക്ഷമാവുന്നത് സഞ്ജുവിന്റെ പ്രൈവസിക്ക് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ഒരു ഗാർഡ് ചെന്ന് അവരുടെ ഇടയിൽ കയറി. അയാളെ ഭയന്ന് ആ പുരുഷന്മാർ പിൻവാങ്ങി. സഞ്ജു സോഫയിലിരുന്ന് ഓർഡർ ചെയ്ത മദ്യം പതിയെ സിപ്പ് ചെയ്തു. ആ പെൺകുട്ടി ഇപ്പോൾ സഞ്ജുവിന്റെ ഗാർഡ്സുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തടിയാ, താൻ എന്തു കോപ്പിന് എന്നെ പിടിച്ചു വെക്കുന്നെ? നോക്ക്, ഞാൻ ആരാന്ന് നിനക്ക് അറിയില്ല. എനിക്കൊരു ലവർ ഉണ്ട്. അവന്റെ കയ്യിലെങ്ങാനും നിന്നെയൊക്കെ കിട്ടിയാലുണ്ടല്ലോ, ഇഞ്ചി ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കും. എന്റെ മിസ്റ്റർ ബോഡി ഗാർഡ്, അതുകൊണ്ട് വെറുതെ അലമ്പാക്കാതെ എന്നെ വിട്ടേ. ആ പെൺകുട്ടി മറ്റാരുമായിരുന്നില്ല, അത് ആൻ ആയിരുന്നു. സഞ്ജു ബോഡി ഗാർഡ്സുമായുള്ള അവളുടെ തർക്കം കണ്ടുകൊണ്ടിരുന്നു. ആജാനുബാഹുവായ ആ ഗാർഡിന് മുന്നിൽ അവൾ ഒരു ശിശുവിനെ പോലെ തോന്നിച്ചു. ആനിന്റെ പൊള്ളയായ ഭീഷണി ആ ഗാർഡ് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടു. അവളുടെ വാക്കുകൾക്ക് അയാൾ ചെവി കൊടുക്കാതെ ആയത് അവൾക്ക് സഹിക്കാനായില്ല. അതോടെ അവൾ സർവശക്തിയും എടുത്ത് നിലവിളിക്കാൻ തുടങ്ങി. അത് കണ്ട് സഞ്ജു അങ്ങോട്ടേക്ക് ചെന്ന് അയാളോട് പറഞ്ഞു, അവളെ വിട്ടേക്ക്, വെറുതെ ആൾക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കണ്ട. സഞ്ജുവിന്റെ വാക്കുകൾ കേട്ടതും ഗാർഡ് അവളെ വിട്ടു. മുഖത്ത് ഷേഡ് വെച്ച് തൊപ്പി ധരിച്ചിരിക്കുന്നതിനാൽ ആനിന് സഞ്ജുവിന്റെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ മദ്യലഹരിയിലും അവൾക്ക് അവന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നു. അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൾ വേഗം സഞ്ജുവിന്റെ അടുത്തേക്ക് നടന്നു. പക്ഷെ അപ്പോഴേക്കും സഞ്ജു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. പിന്നാലെ അവന്റെ ഗാർഡുകളും. അകത്ത് ആനിനെ ഉപേക്ഷിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും സഞ്ജുവിന്റെ മനസ്സിൽ ഒരു പിടിവലി നടക്കുന്നുണ്ടായിരുന്നു. അവന് ആനിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഓ ഗോഡ്, ഈ ബ്ലോബറി മൗത്ത് എന്താ ഇവിടെ? ഹൈദരാബാദിൽ മുത്തശ്ശന്റെ കൂടെ ഇരിക്കുന്ന ഇവൾ എങ്ങനെ രാജസ്ഥാനിലെത്തി? ഈ നട്ടപ്പാതിരിക്ക് കുടിച്ച് വെളിവില്ലാതെ എല്ലാവരുടെയും മെക്കെട്ട് കയറി നടക്കുക. ഇവളുടെ വിചാരം എന്താണാവോ? വെറുതെ അല്ല അന്ന് കീർത്തി മദ്യപിച്ച് അത്രയും ബഹളം വെച്ചത്. ഇവളല്ല ഗുരു, പിന്നെ ശിഷ്യ മോശാവോ? ആനിന്റെ കാര്യം ആലോചിക്കും തോറും സഞ്ജുവിന്റെ ദേഷ്യം കൂടിക്കൂടി വന്നു. ഇവൾക്ക് കുടിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് കുടിച്ചൂടെ? ഈ പബ്ബിലും ബാറിലും ഒക്കെ ഏത് ടൈപ്പ് ആളുകൾ ഉണ്ടാവാന്ന് പറയാൻ പറ്റില്ലല്ലോ. സാമാന്യ ബോധം പോലും ഇല്ലല്ലോ അവൾക്ക്. ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിച്ചേനെ. സ്വയം അറിഞ്ഞുകൊണ്ട് എടുത്തു ചാടിയ കുടിയല്ലേ, അവിടെ തന്നെ കിടക്കട്ടെ. ഇവളെയൊന്നും താങ്ങി എടുത്ത് തലയിൽ വെക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അവിടെ കിടക്കട്ടെ. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് സഞ്ജു ആയിക്കണമെന്ന ചിന്ത മനസ്സിൽ നിന്നും വലിച്ചെറിഞ്ഞു. പെട്ടെന്ന് അവന് മുകേഷിന്റെ കാര്യം ഓർമ്മ വന്നു. അവൻ തന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് മെസ്സേജുകൾ പരിശോധിച്ചു. അപ്പോഴേക്കും അവന്റെ കാറിനടുത്ത് എത്തിയിരുന്നു. ഡ്രൈവർ വന്ന് അവന് ഡോർ തുറന്നു കൊടുത്തു. സഞ്ജു കാറിൽ കയറിയിരുന്നു. അവന്റെ ഊഹം ശരിയായിരുന്നു. മുകേഷ് നാട്ടിലെ വിവരങ്ങൾ വിശദീകരിച്ച് മെസ്സേജ് ഇട്ടിരുന്നു. സഞ്ജു അതെടുത്ത് വായിച്ചു. ബോസ്, എല്ലാം ഓക്കെ അല്ലേ? ഇവിടെ എല്ലാം സെറ്റാണ്. എല്ലാം ഇയാൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കുന്നു. വരുൺ സാറ് കീർത്തി മാമിന്റെ കൂടെ തന്നെയാണ് മുഴുവൻ സമയവും. രണ്ടുപേരും ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാം സുഖമായിട്ട് പോകുന്നു. ടേക്ക് കെയർ ബോസ്. മെസ്സേജ് വായിച്ചതും സഞ്ജു ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പിട്ടു. അവൻ മുകേഷിന് തിരിച്ചു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഓക്കെയാണ് മുകേഷ്, വേറെ പ്രോബ്ലം ഒന്നും ഇപ്പൊ ഇല്ല. അവിടെ എന്തുണ്ടായാലും എന്നെ ഉടനെ അറിയിക്കണം, ഓക്കെ? സഞ്ജു നിർദ്ദേശിച്ചതനുസരിച്ച് ഡ്രൈവർ കാർ മുന്നിലേക്കെടുത്തു. അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഗാർഡുകളുടെ വാഹനവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡ്രൈവർ ബ്രേക്ക് അമർത്തി. ഓർക്കാപ്പുറത്തായതുകൊണ്ട് സഞ്ജുവിന്റെ തല സീറ്റിൽ വന്നിടിച്ചു. ഡ്രൈവർ തെറി വിളിക്കാനായി വായി തുറന്നതും കാറിന്റെ ഫ്രണ്ടിൽ ഒരു പെണ്ണിനെ കണ്ടു. ഡ്രൈവർ കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയതും മുന്നിലിരുന്ന ഗാർഡ് അയാളോട് പറഞ്ഞു, ഇയാളെന്തിനാ വെറുതെ ബ്രേക്ക് പിടിച്ച്? അടിച്ചു പൂസായി നടക്കുന്ന ഇവളെയൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് പോണം, അപ്പോഴേ പഠിക്കൂ. നീ ഹോൺ അടിക്കേ, വേണേ മാറിപ്പോട്ടെ. ഡ്രൈവർ ഹോൺ അടിക്കാൻ തുടങ്ങിയതും ആൻ ചെവി പൊത്തി നിന്നു. അത് കണ്ടതും സഞ്ജുവിന് പാവം തോന്നി. അവൻ ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. സഞ്ജുവിന് അവളെ അവിടെ ഉപേക്ഷിച്ചു പോരാൻ മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അവന് അറിയാമായിരുന്നു ആനിനെ കൂടെ കൂട്ടുന്നത് സ്വയം കുഴി തോണ്ടുന്നത് പോലെയാണെന്ന്. പക്ഷെ അതൊക്കെ മറക്കാൻ പാകത്തിന് എന്തോ ഒരു പ്രത്യേകത അവളിൽ ഉണ്ടായിരുന്നു. അർദ്ധരാത്രി കഴിയാറായെങ്കിലും ആ പബിന്റെ പരിസരത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ ആനിനെ ശ്രദ്ധിക്കുന്നത് സഞ്ജു കണ്ടു. സഞ്ജു അവളുടെ മുന്നിലേക്ക് കയറി നിന്നു.
തന്റെ മുന്നിൽ ഒരാളെ കണ്ടതും ആൻ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ഇരുട്ടിൽ കാറിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ണു ചിമ്മിയത് കൊണ്ട് അവൾക്ക് സഞ്ജുവിനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവളെ നോക്കി സഞ്ജു പറഞ്ഞു, ഹൈ ക്ലാസ് മാഡം ഈ നട്ടപ്പാതിരക്ക് എന്റെ കാറിന്റെ മുന്നിൽ എന്താ ചെയ്യുന്നത്? അതും മദ്യപിച്ച് പൂസായി. ആനിനെ നാണം കെടുത്താൻ വേണ്ടി തന്നെയായിരുന്നു അവൻ അങ്ങനെ ചോദിച്ചത്. അവന്റെ ശബ്ദം കേട്ട് അവൾ അത്ഭുതത്തോടെ തലയുയർത്തി അവനെ നോക്കി. ഏയ്, ഇയാൾ ഇവിടെ എന്താ ഈ കോലത്തില്? അവളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ സഞ്ജു വേഗം അവളുടെ കയ്യിൽ പിടിച്ച് കാറിനുള്ളിലേക്ക് തള്ളി. പെട്ടെന്നുള്ള അവന്റെ ഈ പ്രവൃത്തിയെ ചെറുക്കാനാകാതെ അവൾ കാറിന്റെ മൂലയിൽ ഒതുങ്ങിയിരുന്നു. സഞ്ജു അകത്ത് കയറി വാതിലടച്ചു. ഡ്രൈവർ കാർ എടുത്തതും ബോധം വന്നതുപോലെ ആൻ പുറത്തേക്ക് പോകാൻ ശ്രമിക്കാൻ തുടങ്ങി. കാറിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ സഞ്ജുവിനെ വല്ലാതെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാം കൂടി ആയപ്പോൾ സഞ്ജുവിന് വല്ലാത്ത ദേഷ്യം വന്നിരുന്നു. അവൻ അലർന്ന സ്വരത്തിൽ അവളോട് പറഞ്ഞു, എന്താ ആനി കാണിച്ചു കൂട്ടുന്നേ? കുടിച്ച് പൂസായി വെറുതെ ബഹളം വെക്കാണോ? നിന്നെ വെറുതെ വൃത്തിയേട്ടവന്മാർക്ക് മുന്നിൽ ഇട്ട് കൊടുക്കണ്ടെന്ന് വെച്ച് കൂടെ കൂട്ടിയത് അബദ്ധമായോ? സഞ്ജുവിന്റെ സ്വരം ഉയർന്നതും ആനിന് അത് അവനാണെന്ന് ഉറപ്പായി. അവൻ ദേഷ്യപ്പെട്ടത് അവൾക്ക് ഇഷ്ടമായില്ല. ഹായ്, എന്റെ മിസ്റ്റർ ബോഡിഗാർഡ്. അല്ല, ഇയാൾ എന്തിനാ എന്നോട് ചൂടാവുന്ന? ഞാൻ ഇയാളോട് പറഞ്ഞോ എന്നെ അവിടുന്ന് കൊണ്ടുപോവാൻ? ഇങ്ങോട്ടേക്ക് വരാൻ അറിയാവുന്ന എനിക്ക് എന്റെ വീട്ടിലോട്ട് പോവാനും അറിയാം. ഡോ, സ്റ്റോപ്പ് ദ കാർ. ഞാൻ ഇവിടെ നിന്ന് നടന്നു പോക്കോളാം. അല്ലേ പണിഷ്മെന്റ് കിട്ടും സഞ്ജു, അത് നീ താങ്ങില്ല. നീ എന്നെ മൂക്കി വലിക്കോ? ഒന്ന് പോടി ഞാനൂലെ. ആനിന്റെ ഭീഷണി കേട്ട് സഞ്ജു പുച്ഛത്തോടെ പറഞ്ഞു, കീർത്തിയുടെ ഫ്രണ്ടല്ലേ എന്ന് വെച്ച് ദയവ് തോന്നി വലിച്ച് കാറിലിട്ടതാ. അല്ലേ കാണായിരുന്നു വല്ല കാറിന്റെ അടിയിലും പെട്ട് ചമ്മന്തിയായി ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. നിന്റെ മുത്തശ്ശന് കഞ്ഞിക്ക് കൂട്ടാൻ കൊടുക്കായിരുന്നു. നിന്നെ ഒന്നും സഹായിക്കാൻ പാടില്ല, കിടന്ന് അനുഭവിക്കണമായിരുന്നു. അയ്യടാ, ചമ്മന്തി ആവാൻ ഞാൻ നിന്നെ പോലെ തേങ്ങയല്ല. ഞാൻ എന്താന്ന് നിനക്ക് കാണിച്ചു തരാം. നിന്റെ ഹെൽപ്പ് ഇല്ലേലും ഞാൻ സേഫ് ആയിരിക്കും. ഒരു രക്ഷകൻ വന്നിരിക്കുന്നു, ജാടത്തേണ്ടി. സഞ്ജു പുച്ഛിച്ചത് ആനിന് ഇഷ്ടമായില്ല. അവളും അവനെ തിരിച്ചു നല്ലത് പറയാൻ തുടങ്ങി. അവളും അവനും തമ്മിൽ ഒരു കൈയുടെ അകലം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആനിൽ നിന്ന് ഓറഞ്ച് ഫ്ലേവേർഡ് വോഡ്കയുടെ ഗന്ധം ഉയരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആനിന്റെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. സഞ്ജുവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുന്നേ ആൻ അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ സഞ്ജു ആകെ സ്തംഭിച്ചു പോയിരുന്നു. ആനിന്റെ മദ്യത്തിന്റെ മണമുള്ള ഉമിനീർ സഞ്ജുവിന് അറിയാൻ കഴിഞ്ഞു. അവന്റെ ശരീരമാകെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. പിൻകഴുത്തിൽ മുറുകുന്ന അവളുടെ കൈയും ചുണ്ടുകളിൽ അവൾ ഏൽപ്പിക്കുന്ന സംവേദങ്ങളും അവനിലെ പുരുഷനെ ഉണർത്തുന്നതായിരുന്നു. സഞ്ജുവിന്റെ അധരങ്ങളിൽ തന്റെ സ്നേഹം മുഴുവനും പ്രകടിപ്പിച്ച ശേഷം ആൻ പതിയെ അവനിൽ നിന്ന് പിൻവാങ്ങി. അതുവരെ സഞ്ജുവിൽ ഉണ്ടായിരുന്ന എല്ലാ ദേഷ്യവും എവിടെയോ പോയി മറഞ്ഞു. അവൻ എന്തിനാണ് അവിടെ വന്നതെന്ന് പോലും സഞ്ജു മറന്നു പോയിരുന്നു. അവന്റെ പരിസരബോധം കെട്ടുള്ള ഇരിപ്പ് കണ്ട് ആൻ അവനെ തട്ടി വിളിച്ചു. ഓയ്, ഹലോ. അവളുടെ വിളി അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നു. അതോടെ അവൻ വീണ്ടും ഫുൾ കലിപ്പിലായി. അവൻ ദേഷ്യത്തിൽ ആനിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വാട്ട് ദ ഹെൽ ആൻ, നീ എന്താ ഈ കാട്ടിക്കൂട്ടുന്നേ? നീ ഒരു പെണ്ണല്ലായിരുന്നെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിൽ എറിഞ്ഞേനെ ഞാൻ. സഞ്ജുവിന്റെ ചീത്ത പറച്ചിലൊന്നും ആനിനെ ഏൽക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവന്റെ കോപം ആസ്വദിച്ചിരുന്നു. സഞ്ജുവിനെ നോക്കി വിങ്ക് ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു, ഐ ഡോണ്ട് വേസ്റ്റ് എനി മൊമെന്റ് ചക്കരെ, ബിക്കോസ് ഐ ലവ് യു. എന്റെ സഞ്ജു, നീ ഇങ്ങനെ ദേഷ്യം പിടിച്ച് ചുവന്നു വരുമ്പോ എന്റെ കൺട്രോള് പോവാ. ഞാൻ അറിയാതെ നിന്നെ ഉമ്മ വെച്ച് പോകുന്നതാ സത്യം. ദേഷ്യം പിടിക്കുമ്പോ നീ എന്തൊരു ക്യൂട്ടാണെന്നോ. ആനിന്റെ കാട്ടിക്കൂട്ടൽ കണ്ട് സഞ്ജുവിന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അവൻ അവളെ കൂടെ കൂട്ടാൻ തോന്നിയ നിമിഷത്തെ മനസ്സിൽ ശപിച്ചുകൊണ്ട് പല്ലുരുമിയിരുന്നു. മറുവശത്ത് വരുൺ കീർത്തിയോടൊപ്പമുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുകയായിരുന്നു. കീർത്തിയാണെങ്കിൽ അവനെ പരിപാലിച്ചുകൊണ്ടേയിരുന്നു. അവൾ അവന്റെ തലയിൽ എണ്ണയിട്ട് മസാജ് ചെയ്തു. ഒരു കുഞ്ഞിനെ പോലെ കുളിപ്പിച്ചു. അവനെയും കൂട്ടി പാചകം ചെയ്തു. ഭക്ഷണം ഊട്ടിക്കൊടുത്തു. അവൾക്കാവുന്ന വിധത്തിലൊക്കെയും സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. വരുണാണെങ്കിൽ അവൾ അവനു വേണ്ടി ചെയ്തു കൊടുക്കുന്ന ചെറുതും വലുതുമായ എല്ലാം ആസ്വദിച്ചു. ഓരോ നിമിഷവും കീർത്തിയിൽ അലിയാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ രണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരാത്മാവായി മാറി. രാത്രി 11 മണിയായിരുന്നു കീർത്തി എഴുന്നേറ്റപ്പോൾ. അവളുടെ ശരീരം വല്ലാതെ തളർന്നിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് ബെഡിൽ കയറിയതായിരുന്നു അവൾ. പിന്നെ വരുൺ അവളെ വിട്ടിട്ടില്ല. ഉച്ചയ്ക്ക് ഒന്ന് മയങ്ങാൻ പോലും സമ്മതിക്കാതെ അവൻ അവളിൽ പടരുകയായിരുന്നു. ഓരോ തവണയും അവളെ അറിയുമ്പോഴും അവളോടുള്ള അവന്റെ അഭിനിവേശം കൂടിക്കൊണ്ടേയിരുന്നു. കീർത്തിയുടെ മുഖത്ത് കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ആലോചിച്ച് മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. വരുൺ ഗാഠമായി ഉറങ്ങുകയായിരുന്നു.
കീർത്തി ശബ്ദമുണ്ടാക്കാതെ നഗ്നമായ ശരീരം ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ച് കട്ടിലിൽ നിന്നും പതിയെ ഇറങ്ങി. ബാത്റൂമിലേക്ക് നീങ്ങാൻ ഒരുങ്ങിയതും അവളുടെ കയ്യിൽ ഒരു പിടി വീണു. കീർത്തി തലചിരിച്ചു നോക്കിയപ്പോൾ കള്ളച്ചിരിയോടെ വരുൺ നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് കീർത്തി പറഞ്ഞു, പ്ലീസ് വരുൺ, എന്നെ വിട്ടേ, ഞാൻ ആകെ മുഷിഞ്ഞിരിക്ക, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അവൾ പറയുന്നത് കേട്ട് വരുൺ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അവളുടെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കുസൃതിയോടെ അവളുടെ കാതിൽ പറഞ്ഞു, ഞാനും നിന്നെ പോലെ മുഷിഞ്ഞിരിക്കുക, എനിക്കും ഫ്രഷ് ആവണം. ഞാനുണ്ട് നിന്റെ കൂടെ, നമുക്കൊന്നിച്ച് ഫ്രഷ് ആവാം. കീർത്തിയുടെ മറുപടി കാത്തു നിൽക്കാതെ അവൻ അവളെയും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ഷവറിന്റെ അടിയിൽ നിന്ന് നനയുമ്പോൾ അവൻ വീണ്ടും അവളിലേക്ക് അമർന്നു. വെള്ളത്തുള്ളികളോടൊപ്പം അവനും അവളുടെ ശരീരത്തിലൂടെ ഒഴുകി നടന്നു. ഫ്രഷായി വന്നതും അവരുടെ ഉറക്കം പോയിരുന്നു. സംസാരിച്ചിരിക്കുന്നതിനിടയിൽ കീർത്തിക്ക് ആൻ ഗിഫ്റ്റ് ചെയ്ത ഗെയിം സെറ്റിനെ കുറിച്ച് ഓർമ്മ വന്നു. ട്രൂത്ത് ഓർ ഡയറിന്റെ ഒരു സെറ്റ് കാർഡ് ആയിരുന്നു അത്. പാർട്ട്നേഴ്സിന് കളിക്കാവുന്ന ഒരു ഇന്റിമേറ്റ് കാർഡ് ഗെയിം. അവൾ അതെടുത്ത് വരുണിന്റെ മുന്നിൽ വെച്ചിട്ട് അവന്റെ മുന്നിലിരുന്നു. വരുൺ അവൾ ചെയ്യുന്നത് കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എന്താ ഈ ബോക്സില്? വരുൺ ചോദിച്ചു. ഇതൊരു കാർഡ് ഗെയിമാ, ട്രൂത്ത് ഓർ ഡെയർ. ഇപ്പൊ എന്തായാലും നമുക്ക് ഉറക്കം വരുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്കിതൊന്ന് കളിച്ചാലോ? അവൾ ചോദിച്ചതും വരുൺ കളിക്കാൻ തയ്യാറായി. കീർത്തി അവന് കളിയുടെ റൂൾസ് പറഞ്ഞു കൊടുത്തു. ക്വസ്റ്റ്യൻ കാർഡ് എടുക്കുന്നതിന് മുന്നേ ട്രൂത്ത് ആണോ ഡെയർ ആണോ ചെയ്യാൻ പോകുന്നതെന്ന് പറയണം. എന്നിട്ട് കാർഡിലെ ചോദ്യം പാർട്ട്ണറിനോട് ചോദിക്കണം. അവർക്ക് വേണേ അതിന് ഉത്തരം പറയാം, അല്ലെ ഡെയർ ആയി പറയുന്ന കാര്യം ചെയ്യാം. അതിനെന്താ, നമുക്ക് കളിക്കാം. ഈ കളിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാമല്ലോ. നിന്റെ രഹസ്യങ്ങളെല്ലാം ഇന്ന് ഞാൻ ചോർത്തിയെടുക്കും. ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിലുള്ള ഡയർ ചെയ്യേണ്ടി വരും കേട്ടോ കീർത്തി. അപ്പൊ കളിക്കാൻ നിൽക്കരുത്. കീർത്തി ഗെയിമിന്റെ റൂൾസ് പറഞ്ഞു കൊടുത്തതും വരുണ് അത് കളിക്കാൻ ആവേശമായി. അവർ ആ ഗെയിം കളിക്കാൻ ഒരുങ്ങി. വരുണിന്റെ മുന്നിൽ കീർത്തിയുടെ രഹസ്യങ്ങൾ വെളിവാകുമോ? ആനിന്റെ കയ്യിൽപ്പെട്ട സഞ്ജുവിന്റെ അവസ്ഥ എന്താകും? സഞ്ജു ശത്രുക്കളുടെ പിടിയിലാകുമോ?